ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, റഷ്യയെ ട്രംപ് വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ, വരിഞ്ഞു മുറുക്കി എന്നൊക്കെ പറയുന്നതാണ്, പക്ഷേ റഷ്യ അവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയുണ്ട്. നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ജപ്പാന്റെ ആകാശത്ത് 10 ബോംബറുകളാണ് റഷ്യ കൊണ്ടുവന്ന് നിരത്തിയത്. അതിൽ ചൈനയുടെ ബോംബറുകളും ഉണ്ട് കേട്ടോ. ഒരു തർക്കപ്രദേശം, ജപ്പാനും റഷ്യയുമായിട്ട് ഒരു തർക്കമുണ്ട്. അപ്പോ ആ തർക്കപ്രദേശത്തിന്റെ ഒരു തർക്കവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ 10 ബോംബറുകൾ അവിടെ വന്നത് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. സത്യം പറഞ്ഞാൽ ജപ്പാൻ ഒരു നിമിഷം കിടുങ്ങിപ്പോയി. കാരണം റഷ്യയുടെ 10 ബോംബറുകളൊക്കെ ഒറ്റയടിക്ക് ഒരു രാജ്യത്തിന്റെ വ്യോമാതിർത്തിയിൽ വന്ന് നിൽക്കുമ്പോൾ അത് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം അമേരിക്കയാണെങ്കിൽ മിണ്ടിയതുമില്ല എന്നുള്ളതാണ്. അപ്പൊ റഷ്യയുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ റോസ്നെഫ്റ്റ്, ലൂക്കോയിൽ എന്ന് പറയുന്ന ആ 2 കമ്പനികൾക്ക് അമേരിക്ക വലിയ രീതിയിൽ താരിഫ് ഏർപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഇന്ത്യക്ക് ഇനി അവിടെ നിന്ന് വെണ്ണ വാങ്ങാൻ കഴിയില്ല എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം മാധ്യമം പത്രത്തിൽ വന്നൊരു വാർത്തയാണ്, പത്രത്തിലല്ല, മാധ്യമത്തിന്റെ ഓൺലൈനിൽ വന്നൊരു വാർത്തയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറഞ്ഞ സാഹചര്യത്തിൽ ഇന്ത്യക്ക് മേൽ ചുമത്തിയ 25% താരിഫ് പിൻവലിക്കുമെന്ന് സൂചന നൽകി US. അതായത് റഷ്യയിൽ നിന്ന് നമ്മൾ ഇറക്കുന്ന എണ്ണ നമ്മൾ കുറച്ചു, ആ എണ്ണ കുറച്ചത് കൊണ്ട് US നമ്മുടെ താരിഫ് പിൻവലിക്കാൻ പോവുകയാണ് എന്നാണ് മാധ്യമം പറയുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇവരുടെയൊക്കെ ഡെസ്കിൽ ഇരിക്കുന്ന ആൾക്കാർക്കും ഇവിടെ വർക്ക് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരും അത്യാവശ്യം ഇന്റർനാഷണൽ വാർത്തകൾ കുറച്ചെങ്കിലും ഒന്ന് കാണണം എന്നാണ് എനിക്ക് ഇവരോട് പറയാനുള്ളത്. അത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഡിസംബർ മാസം മാത്രം നമ്മുടെ രാജ്യത്ത് ഇറക്കുമതി ചെയ്തിരിക്കുന്ന എണ്ണയുടെ 43% നമ്മൾ റഷ്യയുടെ കയ്യിൽ നിന്നാണ് ഇറക്കുമതി ചെയ്തത്. അപ്പൊ ഇതിൽ എവിടെയാണ് കുറഞ്ഞത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. 43 അതിനെ കൂടുക എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ കൂടുക എന്നാണ് പറയുന്നത്. അപ്പൊ ഇവര് വാർത്ത കൊടുക്കുന്നത്, പിന്നെ മാധ്യമമായ ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രമായിട്ട് പോട്ടെ, പക്ഷെ മനോരമയിൽ വല്ലതും ഈ വാർത്ത ഉണ്ടാകും നോക്കി കേട്ടോ. അങ്ങനെയാണെങ്കിൽ ആ പത്രത്തിന്റെ ഈ വാർത്ത കൊടുത്ത ആൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് നമ്മൾ വേണമെങ്കിൽ പറയാം. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ഇങ്ങനെ ഇറക്കുമതി ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ റഷ്യ ഇത് കൊണ്ടുവരുന്നത്? അല്ലെങ്കിൽ ഇത്രയും വലിയ ഉപരോധങ്ങൾക്കിടയിലും ഇന്ത്യയിലേക്ക് പോലും നമ്മുടെ ഇറക്കുമതി എണ്ണയിലെ 43% പോലും നമ്മൾ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നു. റഷ്യ ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് എങ്ങനെയാണ് എണ്ണ കൊടുക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോഴാണ് റഷ്യയുടെ ആ ഒരു വിപുലമായിട്ടുള്ള ശൃംഖലയെ കുറിച്ച് നമുക്ക് ബോധ്യം പറ്റുന്നത്. അപ്പൊ നാട്ടുകാർ വിചാരിക്കും, ഇത് ഇവര് പണ്ടേ എടുത്തിട്ടുള്ള സാധനമാണ്, ഷാഡോ ഫ്ലീറ്റ്. അതായത് റഷ്യ ഷാഡോ ഫ്ലീറ്റ് വഴിയാണ് ഇത് കൊണ്ടുവരുന്നത്. വെനിസ്വേലയിൽ അതുപോലെ കപ്പൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇത് റഷ്യയുടെ കപ്പലാണെന്ന് പറഞ്ഞപ്പോൾ അമേരിക്ക വന്ന് വരണ്ടു, പിന്നെ ഒട്ടിച്ചിട്ട് പിടിച്ചു. ഇത് ആ കഥയല്ല. ഷാഡോ ഫ്ലീറ്റിനും അപ്പുറം നിങ്ങൾ കാണാത്ത ഒരു വിപുലമായിട്ടുള്ള മറ്റൊരു പാരലൽ വേൾഡ് ഉണ്ട് ഇതിൽ എന്നുള്ളതാണ്. അതിന്റെ പേരാണ് ഡാർക്ക് ഫ്ലീറ്റുകൾ എന്ന് പറയുന്നത്. ബാക്കി എന്താണെന്ന് വെച്ചാൽ വിജേട്ടൻ പറയും. വിജേട്ടൻ, എന്താണ് ഈ ഡാർക്ക് ഫ്ലീറ്റുകളും ഇതിന് പിന്നിലെ കളികളും? ഈ അമേരിക്ക ഈ ലോകത്തെമ്പാടും എണ്ണ നിയന്ത്രിക്കാൻ ശ്രമിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായി. പക്ഷെ അവർക്ക് പൂർണ്ണമായിട്ട് അവരുടെ നിയന്ത്രണത്തിൽ വരുതിയിൽ വെക്കാൻ പറ്റില്ല. ഈ വെനിസ്വേലയിൽ ആക്രമണം നടത്തിയതും വെനിസ്വേല, ഇറാൻ, റഷ്യ, ഇവരുടെ പക്കൽ നിന്ന് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളടക്കം നേരിട്ടും അല്ലാതെയും, അതായത് ഒഫീഷ്യലായിട്ടും അൺഒഫീഷ്യലായിട്ടും എണ്ണ വാങ്ങുന്നുണ്ട്. ഇത് തടയാനായിട്ട് ലോകത്ത് ഒരു രാജ്യങ്ങൾക്ക് കഴിയില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നമ്മൾ മുൻപ് ചർച്ച ചെയ്തിരുന്നത് ഈ ഷാഡോ ഫ്ലീറ്റിനെ കുറിച്ചായിരുന്നു. ഷാഡോ ഫ്ലീറ്റിന്റെ ഒരു ചെറിയ കണക്ക് ഡാറ്റ അനലിസിസ് കമ്പനിയായ കെംബ്ലർ ആണ് ഇങ്ങനത്തെ കണക്കുകളൊക്കെ എടുക്കുന്നത്. ഈ കെംബ്ലറിന്റെ, അവരാണ് ഇപ്പൊ വിശ്വാസയോഗ്യമായ ഒരു ഏജൻസിയാണ്. കെംബ്ലറിന്റെ കണക്ക് പ്രകാരം 3300 ഷാഡോ ഫ്ലീറ്റ് ഉണ്ട് എന്നാണ് ഏകദേശ കണക്ക്. ഷാഡോ ഫ്ലീറ്റിനെ കുറിച്ച് പ്രേക്ഷകർക്ക് നന്നായി അറിയാം. നമ്മൾ തന്നെ ഒരുപാട് തവണ ഷാഡോ ഫ്ലീറ്റുകളെ കുറിച്ച് എടുത്തിട്ടുണ്ട്. അപ്പൊ ഷാഡോ ഫ്ലീറ്റും അതിന്റെക്കാളും അപ്പുറത്തേക്കാണ് ഡാർക്ക് ഫ്ലീറ്റ്. എന്താണ് ഈ ഷാഡോ ഫ്ലീറ്റും ഡാർക്ക് ഫ്ലീറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം. കേൾക്കുമ്പോൾ ഏകദേശം ഒരുപോലെ ഇരിക്കും, ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഈ ഷാഡോ ഫ്ലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ രാജ്യങ്ങളുടെ പതാകകളും പേരുകളും ഒക്കെ ഉപയോഗിച്ച് ഈ കള്ളവണ്ടിയാണ് ആ സാധനം. അതായത് പിടിച്ചു കഴിയുമ്പോൾ ഇത് ഏത് രാജ്യത്തിന്റെ ആണെന്നോ ഇതിന്റെ ഓണർ ആരാണെന്നോ ആർക്കും അറിയാൻ കഴിയില്ല. പകരം ഇതിന്റെ ജീവനക്കാരെ മാത്രമാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ജീവനക്കാരെ അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ജീവനക്കാർക്കും വലിയ വിവരമില്ല ഈ കമ്പനിയുടെ ഓണർ ആരാണ്, ഇത് ആരുടെ ഷിപ്പാണ് എന്നൊന്നും. അതായത് പല പാശ്ചാത്യ രാജ്യങ്ങളുടെ പേരിലുള്ളതാണ് ബഹുഭൂരിപക്ഷം ഷാഡോ ഫ്ലീറ്റുകളും ഡാർക്ക് ഫ്ലീറ്റുകളും. അതായത് അവിടുന്ന് കണ്ടം ചെയ്ത് വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനം ഇവർ എടുത്തിട്ടാണ് ഈ പരിപാടികൾ ഇവർ ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇത് ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ പതാകയുമായിട്ടായിരിക്കും വരുന്നത്. വന്നു കഴിയുമ്പോഴത്തേക്കും അവരുടനെ തന്നെ അതിന്റെ, അന്ന് റഷ്യയുടെ വളരെ പെട്ടെന്നായിരുന്നു റഷ്യയുടെ കപ്പലായിട്ട് അത് മാറുന്നത്. പിന്നീട് അതിനെക്കുറിച്ച് നമ്മൾ അനക്കുന്നത്, കാരണം പിടിച്ചു കഴിഞ്ഞാൽ ഇതെങ്ങും ഒരു അന്താരാഷ്ട്ര കോടതിയിൽ പോലും ഇത് തെളിയിക്കാൻ കഴിയില്ല. കാരണം ഇത് ആരുടെയാണ് എന്താണെന്ന് അറിയില്ല. ആകെ ഇതിനകത്ത് കിട്ടുന്ന ഈ ജീവനക്കാരെയും മറ്റുമൊക്കെയാണ്, പിന്നെ ഒന്ന് ഭയപ്പെടുത്താൻ കഴിയുന്നുള്ളൂ. പക്ഷെ ഇത് പിടിക്കാനെങ്കിലും പറ്റും ഷാഡോ ഫ്ലീറ്റ്. കാരണം അത് പരസ്യമായിട്ട് ഓടിപ്പോകുന്നൊരു സാധനമാണ്. നമുക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ തടഞ്ഞു നിർത്തുകയും പിടിക്കുകയും ചെയ്യും.
എന്നാൽ കാണാതെ പോകുന്ന കപ്പലുകൾ എങ്ങനെ പിടിക്കാൻ കഴിയും? അങ്ങനെയുള്ള ഷിപ്പുകളെയാണ് നമ്മൾ ഡാർക്ക് ഫ്ലീറ്റ് എന്ന് പറയുന്നത്. ഡാർക്ക് ഫ്ലീറ്റും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണക്കുള്ള ഈ കപ്പൽ പഴയ കപ്പലുകൾ വാങ്ങുകയൊക്കെ ചെയ്യും. ഈ ഷാഡോ ഫ്ലീറ്റുകൾ ചെയ്യുന്ന പണി എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഷാഡോ ഫ്ലീറ്റുകൾ GPS ഉള്ള സംവിധാനങ്ങളുണ്ട്, അതായത് ട്രാൻസ്പോണ്ടറുകളുണ്ട്. ഈ ട്രാൻസ്പോണ്ടറുകൾ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇതിനെ ട്രാക്ക് ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ഈ വിമാനങ്ങളായാലും കപ്പലുകളായാലും പോകുമ്പോൾ ഒരു അന്താരാഷ്ട്ര ട്രാക്കിംഗ് സംവിധാനമുണ്ട്. അതുവഴിയാണ് നമ്മൾ തന്നെ ഈ ഗൂഗിളിലും മറ്റും കയറി കഴിഞ്ഞാൽ ഓരോ രാജ്യത്തേക്കും പറക്കുന്ന വിമാനങ്ങളുടെ അപ്പോൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും, അതിന്റെ ആ ഒരു ഇമേജ് സഹിതം നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ഷിപ്പുകൾക്കുമുണ്ട്. അപ്പം ഈ ട്രാൻസ്പോണ്ടറുകളിൽ നിന്നുള്ള കണക്ഷൻ വെച്ചിട്ടാണ് ഇവർ ഈ ഷിപ്പ് ഇന്ന് യാത്ര ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ഷിപ്പ് കാണുന്നുണ്ടല്ലോ എന്ന് പറയുന്നത്. ട്രാൻസ്പോണ്ടർ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ മഹാസമുദ്രമാണ്, കുളമല്ല ഇത്, മഹാസമുദ്രമാണ്. ഇത് എവിടെയാണ്? അത് മിക്കവാറും ഇത്തരം ഷിപ്പുകളെല്ലാം നങ്കൂരമിട്ട നിലയിലാണ് കാണുന്നത്. ഇതിന് ആളുമില്ല, പേരുമില്ല, ഒന്നുമില്ല, ഇതിന് ട്രാക്ക് ചെയ്യാനും പറ്റുന്നില്ല. ഇത് ചലിക്കുന്നുണ്ടോ കിടക്കുന്നുണ്ടോ എന്നുള്ളതാണ് അതിനകത്ത് പ്രശ്നം. ലോകത്ത് ഇനി ഇത്തരം ഷിപ്പുകൾ വഴി ലോകത്തെ എല്ലാ രാജ്യങ്ങളും കൂടി ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ 18.5% ഇത്തരം കള്ളക്കടത്ത് വഴിയാണ് ഓരോ രാജ്യം എത്തിക്കുന്നത്. മൊത്തം എല്ലാവരും കൂടെ വാങ്ങുന്നത് 18.5%. അപ്പോൾ തന്നെ അറിയാമല്ലോ എന്തുമാത്രം ഇത് എത്തിക്കുന്നുണ്ടെന്ന്. ഇനി ഈ ഡാർക്ക് ഫ്ലീറ്റ് വഴി എത്തിച്ച 2025 വിവിധ രാജ്യങ്ങൾക്കായിട്ട് എത്തിച്ച എണ്ണയുടെ കണക്കും അവർ പുറത്തുവിട്ടിട്ടുണ്ട്. 300 ദശലക്ഷം ബാരൽ എണ്ണയാണ് എത്തിച്ചിരിക്കുന്നത്. 300 ദശലക്ഷം, അതായത് ദശലക്ഷം ഒരു വർഷം കൊണ്ട്. അതായത് ഇവര് ഈ ഷിപ്പിൽ കൊണ്ടുവരും, എവിടെങ്കിലും നങ്കൂരമിടും, അടുത്ത ഷിപ്പിലേക്ക് ഇത് മാറ്റുകയാണ് ചെയ്യുന്നത്. അവരിത് പോകും, അടുത്ത ഷിപ്പിലേക്ക് മാറ്റും. അതുകൊണ്ട് ഇതിന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല, ഇത് എവിടെയാണ് എന്താണെന്ന്. കാരണം ഇതിനെ തടയുക എന്നുള്ളത് അപ്രായോഗികമാണ്. കാരണം ഇതിനെ ട്രാക്ക് ചെയ്യുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. ഒപ്പം തന്നെ ഇത് എവിടിട്ട് തടയാനാണ് ഇതിന്റെ സംഭവം. ഇത് കണക്കുള്ള അനവധി ഷിപ്പുകളുണ്ട്. ഇതിനകത്ത് ബഹുഭൂരിപക്ഷം ഷിപ്പുകളും റഷ്യയുടേതാണ്. ഇറാനും ഇത്തരത്തിൽ എണ്ണ കച്ചവടം പണ്ട് മുതലേ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം മുമ്പ് മേടിച്ചുകൊണ്ടിരുന്ന ചൈനയാണെങ്കിൽ 2025 വരുമ്പോൾ ഇന്ത്യയും ചൈനയും കൂടെ മാത്രം ഇത്തരം കപ്പലുകളിൽ നിന്ന് വാങ്ങിയിരിക്കുന്ന എണ്ണ 20%. ഇന്ത്യ 9.5%, ഇന്ത്യയുടെ മുഴുവൻ ഇറക്കുമതിയുടെ 9.5% ഈ പറയുന്ന ഷാഡോ ഫ്ലീറ്റ് വഴിയും അല്ലെങ്കിൽ ഡാർക്ക് ഫ്ലീറ്റ് വഴിയും കൊണ്ടുവന്ന എണ്ണയാണ്. ഇതിന്റെ കണക്ക് ഒരിക്കലും വരില്ല. അപ്പം ആ ഒരു ഇതിലേക്കാണ് ഇത് എത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ റിപ്പോർട്ടിൽ അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് തടയുക എന്ന് പറയുന്നത് അപ്രായോഗികമായ ഒരു കാര്യമാണ്. കാരണം ഒന്ന്, ഈ കപ്പലുകളെ കണ്ടെത്താൻ കഴിയില്ല. ഈ കപ്പലുകളെ കണ്ടെത്തിയാലും മിക്കവാറും ഒക്കെ എല്ലായിടത്തും നങ്കൂരമിട്ട നിലയിലാണ് ഈ കപ്പലുകൾ കാണുന്നത്. രാത്രി മാത്രമാണ് ഈ കപ്പലുകൾ സഞ്ചരിക്കുന്നത് ആകെ. അപ്പോൾ ഇത് സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ദൂരത്തിലേക്ക് പോവുകയല്ല, കുറച്ച് ദൂരത്തിലേക്ക് പോകും, അവിടെ നങ്കൂരിടും. ചിലപ്പോൾ കുറെ കഴിയുമ്പോൾ മറ്റൊരു ഷിപ്പ് വന്നിട്ട് അങ്ങോട്ടേക്ക് ഇതിന്റെ ആവശ്യമുള്ള ബാരലുകൾ, ഈ ഹൂത്തി വിമതന്മാരും മറ്റുമൊക്കെ ഈ പരിപാടി തന്നെയാണ് ചെയ്യുന്നത്. അവര് പോകുന്നു, അവര് പിന്നെ ചെറിയ ബോട്ടുകളിലും മറ്റും, ഈ വെനിസുല ചെയ്തുകൊണ്ടിരുന്ന പണി ചെറിയ ബോട്ടുകളിലും മറ്റുമാണ് ഇത്തരത്തിൽ ബാരലുകൾ, ചിലപ്പോൾ വളരെ കുറഞ്ഞ ബാരലായിരിക്കും, 10 ബാരലോ 50 ബാരലോ കയറ്റി വെച്ചിട്ട് പോവുക എന്നുള്ളതായിരിക്കാം. ഇത് ചെറിയ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൂടെയാണ് ഇത് പോകുന്നത്. ഈ ഷിപ്പുകൾ ബഹുഭൂരിപക്ഷം പാശ്ചാത്യ രാജ്യങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഷിപ്പുകളാണ്. അതതിന്റെ കാലം കഴിയുമ്പോഴോ അല്ലെങ്കിൽ കംപ്ലൈന്റ് വരുമ്പോഴോ ഇത് പൊളിച്ചെടുക്കാൻ പോകും. അത് വാങ്ങുന്ന ഒരുപാട് വലിയ കമ്പനികളുണ്ട്. ഇത് പക്ഷേ രജിസ്റ്റേർഡ് ആയിട്ടുള്ള കമ്പനികളല്ല, ബിനാമി കമ്പനിയാണ്. ഇത്തരം ഈ 2ാം നമ്പർ കമ്പനികൾ ലോകത്ത് ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏതാണെന്ന് വെച്ചാൽ ഉത്തര കൊറിയയാണ്. ഒരിക്കലും നമ്മൾ ഉത്തര കൊറിയയെ കുറിച്ച് മാത്രം ഇവിടെ ചർച്ച ചെയ്തിരുന്നു. ഈ 2ാം നമ്പർ ബിസിനസ് ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ള രാജ്യമാണ് ഇത്. അതായത് കള്ളനോട്ട് അടിക്കുക, അത് ഔദ്യോഗികമായി തന്നെയാണ് അവരടിക്കുന്നത്. അവർ സർക്കാർ തന്നെ അടിച്ചിറക്കാണ് കള്ളനോട്ട്, അതായത് ഡോളറും മറ്റുമൊക്കെ അടിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇത്തരം കപ്പലുകൾ വാങ്ങുക, അതിന്റെയൊക്കെ ഏജന്റ്, ലോകത്തെമ്പാടുമുള്ള ഈ ബാങ്കുകളുടെ ഒരു ശൃംഖല തന്നെ ഇവർക്കുണ്ട്. പല പേരുകളിൽ കൊണ്ടുവന്ന് ബാങ്ക് ചെയ്യുക, വലിയ ബിസിനസ്സുകാരെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിക്കുക അതിൽ. കാരണം ഇവരാണല്ലോ ഇത് നോക്കുന്നത്. ഇതിന്റെ എല്ലാം ചരട് ഇവരുടെ താണ് ഇരിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് കാരണം ഈ നമ്മുടെ സമൂഹം പോലെ തന്നെയാണ് രാജ്യങ്ങളും. ഇപ്പൊ സമൂഹത്തിൽ പണിയെടുത്ത് ജീവിക്കുന്നവരുണ്ട്, ബിസിനസ് ചെയ്ത് ജീവിക്കുന്നവരുണ്ട്, അതിൽ പലരൊക്കെ തട്ടിച്ചും പറ്റിച്ചൊക്കെ ജീവിക്കുന്നവരുണ്ട്, കള്ളന്മാരുണ്ട്, കൊള്ളക്കാരുണ്ട്. ഇത് തന്നെയാണ് സമൂഹത്തിന്റെ ഒരു പരിച്ഛേദനം തന്നെയാണല്ലോ രാജ്യങ്ങളും. അതുപോലെ തന്നെ ഇത് കണക്കുള്ള രാജ്യങ്ങളുമുണ്ട്. ഗുണ്ടായുസം കാണിക്കുന്ന രാജ്യങ്ങളുണ്ട്, കള്ളപ്പണി എടുക്കുന്ന രാജ്യങ്ങളുണ്ട്, മോഷണം നടത്തുന്ന രാജ്യങ്ങളുണ്ട്, ഇല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളെ ചൊറിയാൻ നിൽക്കുന്ന രാജ്യങ്ങളുണ്ട്. അങ്ങനെ പല ടൈപ്പ് രാജ്യങ്ങളാണ്. അപ്പം ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ഉള്ളിടത്തോളം കാലം ഈ റഷ്യയുടെയും ഇറാന്റെയും ഒക്കെ എണ്ണ വരവ് പൂർണ്ണമായും നിർത്തുവാൻ ഒരു രാജ്യത്തിനും കഴിയില്ല. ഇനി ട്രംപ് എന്നല്ല, ആര് വിചാരിച്ചാലും നടക്കില്ല. അതായത് ഇതിനൊന്നും പ്രത്യേകിച്ച് കണക്കും കാര്യങ്ങളും ഇത്തരത്തിൽ വരും. ഇതിപ്പോ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ റിപ്പോർട്ടിൽ അവർ എടുത്ത് പറയുന്ന കാര്യം. മുൻപ് ഇന്ത്യ അത്രയും വാങ്ങുന്നുണ്ടായിരുന്നില്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യ അത്രയും വാങ്ങുന്നുണ്ട്. ഇതിന്റെ കണക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും രേഖപ്പെടുത്താറില്ല. അതുകൊണ്ട് തന്നെ ഇനി അമേരിക്ക എത്ര വലിയ ഉപരോധം ഏർപ്പെടുത്തിയാലും ഇങ്ങനെ അനുസൂതം പോവും. നമ്മൾ മുമ്പ് ഒരു ചർച്ചയിൽ പറഞ്ഞിരുന്നു, ഒരു കപ്പൽ പിടിച്ചെടുത്തപ്പോൾ അതിന്റെ ക്യാപ്റ്റൻ ചൈനക്കാരനും തൊഴിലാളികൾ ഇന്ത്യക്കാരുമായിരുന്നു. ഇത് ആരുടെ ഷിപ്പാണെന്ന് ആർക്കും അറിയില്ല.
ആ പിടിക്കുന്ന ജീവനക്കാർക്കും അറിയില്ല ഇത് ആരുടേതാണെന്ന്. നമുക്കറിയാം ശ്രീമാൻ വ്ളാഡിമിർ പുടിൻ വന്ന ആ സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ സർജിലുസോ ഉണ്ടായിരുന്നു, അവരുടെ വിദേശകാര്യമന്ത്രി. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങള് ഈ എണ്ണ ഈ എണ്ണ എത്തിക്കാൻ ഞങ്ങൾ വേറെ വഴിയുണ്ട്, ഞങ്ങൾക്ക് ആ വഴി ഞങ്ങൾ എത്തിച്ചോളാം, നിങ്ങളുടെ ഉപരോധം ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് അദ്ദേഹം ഇന്ത്യയിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ പറയുകയുണ്ടായി. അന്ന് നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തത് നമ്മുടെ പുതിയ റൂട്ട്, നമ്മൾ അന്ന് പറഞ്ഞു ചെന്നൈയിൽ നിന്ന് വ്ളാഡിവോസ്റ്റോക്കിലേക്കുള്ള റൂട്ടും മറ്റുമൊക്കെയാണ് അന്ന് മാധ്യമങ്ങൾ ചർച്ച ചെയ്തത്. നമ്മളും അങ്ങനെ തന്നെയാണ് ചർച്ച ചെയ്തത്. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലാകുന്നത് അതല്ല, വേറെ വഴി ഞങ്ങൾ എത്തിക്കാൻ ഞങ്ങൾക്ക് അറിയാം എന്ന് പറഞ്ഞാൽ ഇതേ കണക്കുള്ള കള്ളവണ്ടി വഴി ഞങ്ങൾ എണ്ണ അടിക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ആ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഈ ഇതിനെക്കുറിച്ച് പഠനം നടത്തുന്ന ഡാറ്റ അനലിസ്റ്റ് കമ്പനിയായ കെംപ്ലറിന്റെ റിപ്പോർട്ടാണ്. കെംപ്ലറിന്റെ റിപ്പോർട്ട് വളരെ ഭയങ്കര വിശദമായിട്ട് ഓരോ രാജ്യങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്, എത്രയൊക്കെ വെച്ച് പോകുന്നുണ്ട്. പക്ഷെ അവരതിൽ പറയുന്നൊരു കാര്യം, ഇപ്പോൾ ഈ ഇങ്ങനെ കടത്തുന്നതിന്റെ അകത്തെ ഭൂരിപക്ഷം, അതായത് ഈ 300 ദശലക്ഷം ബാരലില് 20% അത്രയും ഇന്ത്യയും ചൈനയും കൂടാണ് വാങ്ങിയിരിക്കുന്നത് ഇങ്ങനെ കടത്തുന്ന എണ്ണ. ഇപ്പം ഏകദേശം എത്ര ബാരൽ ഇറക്കിയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റുമല്ലോ. ഈ ബാരൽ ധനുഷ് നേരത്തെ പറഞ്ഞ ബാരലിലേക്ക് വരത്തില്ല. ഇതാണ് അതിന്റെ ഒരു കണക്ക്. അതുകൊണ്ടാണ് ഇത് അമേരിക്കക്ക് തടയിടാൻ പറ്റില്ല. കാരണം നമ്മൾ ഇത് മേടിച്ചിട്ട് വേണം നമുക്കിത് യൂറോപ്പിൽ വിറ്റ് പൈസ ഉണ്ടാക്കാൻ. ഇല്ലെങ്കിൽ യൂറോപ്പിലെ പല രാജ്യങ്ങളും ഇത് വാങ്ങുന്നുണ്ട്, എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട്. അതായത് ഒരു രാജ്യം മാത്രമല്ല ചെയ്യാതിരിക്കുന്നത്, അങ്ങനെ എല്ലാവരും ചെയ്യുന്നതുകൊണ്ടായിരിക്കുമല്ലോ ലോകത്ത് മുഴുവൻ ആളുകളും രാജ്യങ്ങളും വാങ്ങുന്ന എണ്ണയുടെ 18.5% ഈ വഴിയാണ് വരുന്നതെന്ന് ഈ റിപ്പോർട്ടിൽ വിശദമായി തന്നെ പറയുന്നത്. അതിനകത്ത് അവർ അടിവരയിട്ട് പറയുന്നു, അമേരിക്കയ്ക്ക് നോക്കി നിൽക്കാനേ കഴിയൂ, ഒന്നും തടയാൻ കഴിയില്ല. ഈ ഷിപ്പുകളെ വരിഞ്ഞു കെട്ടുക എന്ന് പറഞ്ഞാൽ പ്രയാസകരമാണ്. കാരണം ഈ വളരെ വിശാലമായ ഒന്നാണല്ലോ സമുദ്രം. അവിടേക്ക് ഈ ഷിപ്പുകളെ കണ്ടെത്താൻ പോലും, അത് ട്രാക്ക് ചെയ്യാൻ പോലും പറ്റുന്നില്ല, പിന്നെ എങ്ങനെ കണ്ടെത്താൻ പറ്റും? ഈ ഷാഡോ ഫ്ലീറ്റുകളെ തന്നെ കണ്ടെത്തുക വളരെ പ്രയാസകരമാണ്. കണ്ടെത്തി അതിനെ പിടിച്ചെടുക്കുന്നതൊക്കെ നമ്മൾ വളരെ കുറച്ച് വാർത്തകൾ മാത്രമാണ് കേൾക്കുന്നത്. ഈ അടുത്ത് കേട്ട 1-2 ഷിപ്പ് പിടിച്ചെടുത്തതും വെനസ്വേലയുടെ 3-4 ഷിപ്പ് പിടിച്ചെടുത്തതാണ്. ഇവരുടെ കണക്കനുസരിച്ച് തന്നെ 3300 ഷിപ്പ് ഉണ്ടെന്നാണ് ഇവരുടെ കണക്കിലുള്ളത്. ഷാഡോ ഫ്ലീറ്റിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഡാർക്ക് ഫ്ലീറ്റിന്റെ കണക്ക് ഇവരുടെ കയ്യിലില്ല. അപ്പോൾ ഈ റഷ്യയുടെ തീക്കളി കടലിൽ അവർ ശക്തരാണെന്ന് പുടിൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. കടലിൽ എവിടൊക്കെയാണ് ഞങ്ങളുടെ ആണവാന്തർവാഹിനി ഉള്ളതെന്ന് അമേരിക്കയ്ക്ക് പോലും അറിയില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ ഞങ്ങളുടെ ശക്തി എന്താണെന്ന് അവർ ഇടയ്ക്കിടയ്ക്ക് പറയാറ്. കടലിൽ സുനാമി ഉണ്ടാക്കുന്ന ആയുധങ്ങൾ പോലും ഏറ്റവും കൂടുതൽ റഷ്യ അവര് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നതും സമുദ്രത്തിലേക്ക് ഉള്ള അവരുടെ വെപ്പൺസിന് വേണ്ടി തന്നെയാണ്. അപ്പൊ അവരുടെ പക്കലാണ് ഇത്രയും ഷിപ്പുകളും ഉള്ളത്. അപ്പോൾ ഇനി ട്രംപ് എന്തൊക്കെ വിചാരിച്ചു, ഇനി അമേരിക്കയും നാറ്റോയും എന്തൊക്കെ വിചാരിച്ചു കഴിഞ്ഞാലും ഈ കടലിലെ തീക്കളിയുടെ താരം പുടിൻ തന്നെയാണെന്നാണ് ഈ റിപ്പോർട്ടിലൂടെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. അതിനെ തടയിടാൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്ന് തന്നെ ഈ റിപ്പോർട്ട് അടിവരയിട്ട് പറയുന്നുമുണ്ട്. അമേരിക്കയ്ക്ക് എന്നല്ല, ആർക്കും കഴിയില്ല.